നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. സുജിത്ത് പോലീസിന്റെ തല്ലുവാങ്ങിയത് മദ്യപിച്ചതിനെന്ന് KV അബ്ദുൾ ഖാദർ. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെയും വിമർശനം. ജില്ലാ സെക്രട്ടറിയെ തള്ളി സുജിത്ത്. അബ്ദുൾ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റ്. താൻ മദ്യപിക്കാറില്ല. തനിക്കെതിരെയുള്ളത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനം KPCCയുടേത്. DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഏറെ നാളുകൾക്ക് ശേഷം MLA ശനിയാഴ്ച പാലക്കാട്ടെത്തുമെന്ന സൂചന നിലനിൽക്കെ കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. ആംബുലൻസ് ഡ്രൈവർമാർ ഏറ്റുമുട്ടിയത് മലങ്കര ആശുപത്രിയിൽ വെച്ച്. വാർത്തകൾ വിശദമായി. കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. മദ്യപിച്ചതിനാണ് സുജിത്ത് പോലീസിന്റെ തല്ലുവാങ്ങിയതെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. മദ്യപിച്ച് പിടിച്ചാൽ പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കണോ എന്നും അബ്ദുൾ ഖാദർ ചോദിച്ചു. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെയും അബ്ദുൾ ഖാദർ വിമർശിച്ചു. ആ ഉദ്യോഗസ്ഥരായിട്ട് നടപടി സ്വീകരിച്ചത് നമ്മുടെ നിലപാടതാണ്, ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സംഭവത്തിന് ഒരു മറുവശമുണ്ട്. എന്താ മറുവശം? ഇദ്ദേഹം ധീര പോരാളിയായിട്ടുള്ള ഒരു സർവ്വതംഗ പരിത്യാഗിയായിട്ടുള്ള ആളല്ല. ഒരു കാണിപ്പയ്യൂർ തെരുവിൽ മദ്യപിച്ച് വീട്ടമ്മമാർക്ക് ബഹളം കുഴപ്പമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ 4 അംഗ മദ്യപ സംഘത്തെ അവിടുത്തെ പോലീസ്, അവർ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. SI സ്വാഭാവികമായിട്ടും ചെറുത്തു. SIയുടെ വാച്ച് നഷ്ടപ്പെട്ടു. പോലീസിനെ അടിച്ചു. അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല, 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയെ തള്ളി പോലീസ് മർദ്ദനമേറ്റ സുജിത്ത്. അബ്ദുൾ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് സുജിത്ത് പറഞ്ഞു. പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രമാണ് തനിക്കെതിരെയുള്ളത്. താൻ മദ്യപിക്കാത്ത ആളാണെന്നും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വാദം പച്ചക്കള്ളമാണെന്നും സുജിത്ത് കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. നമ്മൾ മദ്യപിക്കാറില്ല. അതുപോലെ പോലീസിനോട് ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്ക് തർക്കമുണ്ടായതിനുള്ള കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പൊതുപ്രവർത്തകനാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കുന്നതാണ്. പാർട്ടി രംഗത്തും രംഗത്ത് നിരവധി സമരങ്ങളും സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നിരവധി കേസുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഏറെ നാളുകൾക്ക് ശേഷം രാഹുൽ ശനിയാഴ്ച പാലക്കാട് വരുമെന്ന സൂചന നിലനിൽക്കെയാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്നും A തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ, അപ്പോൾ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം ഒരുക്കോ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകിയുള്ളത്. രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് പലരും പലതും പറയും. അന്തിമ തീരുമാനം KPCCയുടേതാണ്. DCC നടപ്പിലാക്കുന്നതും KPCC തീരുമാനമാണ്. രാഹുൽ വരണമെന്നും സംരക്ഷണം നൽകുമെന്നും നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെ ചിലർ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്കപ്പൻ്റെ പ്രതികരണം. കോൺഗ്രസ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വിഷയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ
തരണം ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടെന്നും എ തങ്കപ്പൻ പറഞ്ഞു. അത് എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ അത് അനുസരിക്കും. ഓക്കെ, ആണ്. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ആയിരക്കണക്കിന് വോട്ട് ഉണ്ടല്ലോ, അത് നിർവഹിക്കുമല്ലോ. നിങ്ങൾ തന്നെ രണ്ടും പറയുന്നല്ലോ. അത് ആ സമയത്ത് പറയും എന്ത് ചെയ്യണം. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് സംഘർഷം ഉണ്ടായത്. ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. കഴിഞ്ഞ രാത്രി 7:30 കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് ഇരു ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കായി ഏകദിന പ്രിലിമിനറി ക്യാമ്പ് നടത്തി. ഹെഡ് മിസ്ട്രസ് അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ റോബോട്ടിക്സ്, ആനിമേഷൻ, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് തുടങ്ങിയ വിവിധ മേഖലകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. കൈറ്റ്സ് മാസ്റ്റർ ട്രെയിനർ ആശ ക്ലാസ് എടുത്തു. കൈറ്റ്സ് അംഗങ്ങളുടെ രക്ഷിതാക്കൾക്കായി നടത്തിയ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയവരെ മധുരം നൽകി സ്വീകരിച്ചത് ഫസ്വ എന്ന റോബോട്ടായിരുന്നു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫവാസ് സ്വന്തമായി നിർമ്മിച്ച ഈ റോബോട്ട് ശ്രദ്ധേയമായി. കൈറ്റ്സ് അംഗമായ ദുർഗ സ്വാഗതം പറഞ്ഞു. ആർച്ച നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരായ മനോജ്, മീര, ധന്യ എന്നിവർ സംസാരിച്ചു. ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആദ്യത്തെ ക്യാമ്പാണ് അറ്റൻഡ് ചെയ്യുന്നത്. രക്ഷിതാക്കളുടെ ഒരു സെഷനാണ് ഉള്ളത്. അതിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മക്കളോട് ചോദിക്കുക എന്തൊക്കെയാണ് ഇതോട് കിട്ടിയതെന്ന്. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലത്തിൻ്റെ കണ്ടിന്യൂസ് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും മക്കൾ. ചിലപ്പോൾ ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ചെയ്യണ്ടാവും, ചിലപ്പോൾ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ടാവും. ഗ്രൂപ്പ് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CBSE വിദ്യാലയ കൂട്ടായ്മയായ സഹോദയ സ്കൂൾ കലോത്സവം സിംഫണി 2025 സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ പാലക്കാട് ചന്ദ്രനഗർ ഭാരത് മാതാ വിദ്യാലയത്തിൽ നടക്കും. 72 വിദ്യാലയങ്ങളിൽ നിന്ന് 4300ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഷാജി കെ തയ്യിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത്. 25 മുതൽ 28 വരെ സ്റ്റേജുകളിലായി 140 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. സ്കൂൾ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥികൾക്കാവശ്യമായ യാത്രാ സൗകര്യം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനു വേണ്ട ഉദ്യോഗസ്ഥ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 3, 4 ക്ലാസ്സുകളിലെ കുട്ടികൾ കാറ്റഗറി 1ഉം 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 2ഉം അതോടൊപ്പം തന്നെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 3, +1, +2 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 4. അങ്ങനെ 4 കാറ്റഗറികളിലായിട്ടാണ് നമ്മൾ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 140 ഇനങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് മത്സരത്തിനായിട്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 140 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 72ഓളം സ്കൂളുകളിൽ നിന്നും, പാലക്കാട് ജില്ലയിലെ 72ഓളം സ്കൂളുകളിൽ നിന്നും 4300-ലധികം കുട്ടികൾ ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. സംസ്ഥാന കലോത്സവ മാനുവൽ പ്രകാരമാണ് ജില്ലാ കലോത്സവവും സംഘടിപ്പിക്കുന്നതെന്നും ഷാജി കെ തയ്യിൽ പറഞ്ഞു. ട്രഷറർ റവറൻഡ് ഫാദർ ലിൻഡേഷ് ആന്റണി, അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ അനിൽ TK, പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു നായർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനയാത്രയൊരുക്കി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. ട്രെയിൻ മാർഗം നിലമ്പൂരിലേക്കായിരുന്നു പഠനയാത്ര. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 24 വിദ്യാർത്ഥികൾക്കായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും മറ്റ് ഭാരവാഹികളും ചേർന്ന് നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം പഠനയാത്ര സംഘടിപ്പിച്ചത്. ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിൽ കയറിയ സന്തോഷത്താൽ കുട്ടികൾ എല്ലാം മറന്ന്
തുള്ളിച്ചാടി. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ ട്രെയിനിലാണ് യാത്ര ആരംഭിച്ചത്. നിലമ്പൂരിലെത്തി ടൂറിസ്റ്റ് ബസ്സിൽ തേക്കിൻകാട് മ്യൂസിയവും മറ്റ് വിവിധ സ്ഥലങ്ങളും സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി, അഡീഷണൽ സെക്രട്ടറി ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി തുടങ്ങിയവരാണ് യാത്രാസംഘത്തെ നയിച്ചത്. മ്യൂസിയം കരുളായി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഠന യാത്ര എന്ന നിലയ്ക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ സീനിയർ ചെയർപേഴ്സൺ, അങ്ങനെ എല്ലാവരും ഈ യാത്രയിലൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പള്ളിയിൽ ബാലഗോകുലം നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചേരാംകുളങ്ങര ക്ഷേത്രത്തിൽ സംഗമിച്ച മഹാശോഭയാത്രയായി തൃത്താമര ശ്രീകൃഷ്ണ ആശ്രമത്തിൽ സമാപിച്ചു. ബാലഗോകുലം പ്രസിഡന്റ് ഡി ദാമോദരനുണ്ണി, സെക്രട്ടറി CN സന്തോഷ്, ട്രഷറർ ഹരിദാസ്, സേതുമാധവൻ, ജയശങ്കർ, സുരേന്ദ്രൻ മണ്ണുമറമ്പ് എന്നിവർ നേതൃത്വം നൽകി. മാത്തൂർ മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹല്ലെ എല്ലാ കുടുംബാംഗങ്ങളെയും സംഘടിപ്പിച്ച് മഹല്ല് സംഗമം സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളായ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളി കേന്ദ്രീകരിച്ച ഒരു മഹല്ല് സംവിധാനം അത് മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളതിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു മഹല്ല് പ്രസിഡന്റിന്റെയോ ഒരു മഹല്ല് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ കേവലം കമ്മിറ്റി അംഗങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളതും, മറിച്ച് എല്ലാവരുടെയും, ഒരു മഹല്ലിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം. മഹല്ല് പ്രസിഡന്റ് S. യൂസഫ് അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹി AP നാസർ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി അബ്ബാസ്, അനസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര JCIയുടെ നേതൃത്വത്തിൽ നടത്തിയ വാരാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സാമൂഹിക സേവനം, നൈപുണ്യ വികസനം, ആരോഗ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വാരാഘോഷം സംഘടിപ്പിച്ചത്. മാത്രമാണ് നാഷണൽ ലെവലില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 2 ജില്ലകളിലായിട്ട് 60ഓളം എല്ലോളുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട JCIയുടെ 3rd ഡേയില് JCI വീക്കില് JCI ഇന്ത്യയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറിയ നമ്മുടെ കോളേജ് ട്രിക്ക് അക്കാദമിക്ക് അത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു. സോൺ പ്രസിഡന്റ് സപ്പോർട്ട്, അതേപോലെ സോൺ വൈസ് പ്രസിഡന്റ് ഫുൾ ടൈം സപ്പോർട്ട്, അതുപോലെ JCIക്ക് എന്റെ സപ്പോർട്ട്, കോർഡിനേറ്റർ സപ്പോർട്ട് JC റഫീഖ് ബ്രോ, അഭിജിത്തിന്റെ. ഇന്ത്യയിലുടനീളം JCIയുടെ ആയിരക്കണക്കിന് ചാപ്റ്ററുകളിൽ ഇത്തരം പരിപാടികൾ സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടന്നുവരുന്നുണ്ട്. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ വ്യക്തികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ പ്രോഗ്രാമുകളിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ് അപകടത്തിൽപ്പെട്ട സ്ത്രീയെ രക്ഷിച്ച റെയിൽവേ ജീവനക്കാരൻ തേനൂർ സ്വദേശി രാഘവനുണ്ണിയെ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡ് നൽകി ആദരിച്ചു. ജൈവകൃഷി മേഖലയിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ കർഷകരുടെ ശബ്ദമായ ചന്ദ്രൻ മങ്കരയ്ക്കാണ് 2025 ടോബിപ്പ് അവാർഡ്. JCI മേഖല 28 സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. മങ്കര ട്രിപ്പിൾ അക്കാദമി പ്രസിഡന്റ് M. ജസീൽ അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്, സോൺ ഡയറക്ടർ അഭിജിത്ത് രാഗേഷ്,
വീക്ക് കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ്, അക്കാദമിക് ചെയർമാൻ പ്രവീൺ എസ് മാധവൻ എന്നിവർ സംസാരിച്ചു. പ്രതിഭ എസ് സ്വാഗതവും ജയപ്രഭ എം നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. സുജിത്ത് പോലീസിന്റെ തല്ലുവാങ്ങിയത് മദ്യപിച്ചതിനെന്ന് KV അബ്ദുൾ ഖാദർ. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെയും വിമർശനം. ജില്ലാ സെക്രട്ടറിയെ തള്ളി സുജിത്ത്. അബ്ദുൾ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റ്. താൻ മദ്യപിക്കാറില്ല. തനിക്കെതിരെയുള്ളത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനം KPCCയുടേത്. DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഏറെ നാളുകൾക്ക് ശേഷം MLA ശനിയാഴ്ച പാലക്കാട്ടെത്തുമെന്ന സൂചന നിലനിൽക്കെ കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. ആംബുലൻസ് ഡ്രൈവർമാർ ഏറ്റുമുട്ടിയത് മലങ്കര ആശുപത്രിയിൽ വെച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.